Accounts of each head of expense or sources of income. എക്സ്പെൻസും ഇൻകവുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടുകളെ വിളിക്കുന്ന പേരെന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ റിയൽ അക്കൗണ്ട്, ഓപ്ഷൻ ബി നോമിനൽ അക്കൗണ്ട്, ഓപ്ഷൻ സി കോസ്റ്റ് അക്കൗണ്ട്, ഓപ്ഷൻ ഡി പേഴ്സണൽ അക്കൗണ്ട്. നമുക്കറിയാം അക്കൗണ്ടിങ്ങിൽ ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് പ്രകാരം or traditional method of debit and credit or traditional rule of debit and credit പ്രകാരം അക്കൗണ്ടുകളെ മൂന്നായി തരംതിരിക്കുന്നു. റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. ഇതിൽ ഇൻകവും എക്സ്പെൻസുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടുകളെ എന്താണ് വിളിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ ഇത് കോസ്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഇല്ല. അപ്പോൾ ഇതിൽ നമുക്ക് പരിഗണിക്കാനായിട്ടുള്ളത് മൂന്നേ ഉള്ളൂ: റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അസറ്റുകളുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടുകളാണ്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പേഴ്സൺസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫേംസുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടുകളാണ്. അപ്പോൾ ഇതിൽ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി നോമിനൽ അക്കൗണ്ട് ആണ്. ഇൻകവും എക്സ്പെൻസുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടുകളൊക്കെ നമ്മൾ വിളിക്കുന്ന പേര് നോമിനൽ അക്കൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി നോമിനൽ അക്കൗണ്ട് എന്നതാണ്.